പാപ്പാ നാട്ടുകാരും വീട്ടുകാരെ കാണാറല്ല. പടച്ചവര് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ ആയത്തൂതിയിട്ടിരുന്ന് കരയണം പാപ്പാ. നിന്റെ പാപം അല്ലാഹു പുറത്തു തരികയാ. ഇന്ന് പ്രായം ചെന്ന വാപ്പയും ഉമ്മയും ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് സീരിയൽ കണ്ടിട്ട് കരയുകയാ. ഈ ഉമ്മാനറിയാ ഇവള് പണത്തിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്. ഇവള് കരയുന്നത് കള്ളക്കരച്ചലാ. ഇതറിയുന്ന ഉമ്മയല്ലേ ഇരുന്ന് കരയുന്നത്? ഇതറിയുന്ന വാപ്പയല്ലേ ഇരുന്ന് കരയുന്നത്? നിങ്ങൾക്കൊക്കെ എന്തു പറ്റി വാപ്പാ? എന്തേ സംഭവിച്ചു പോയത്? നിന്റെ ഉമ്മയല്ലേ? നീ നല്ല ഒരു ഉമ്മാടെ മകനല്ലേ? ഒരു നല്ല ഉമ്മച്ചിയുടെ മകനല്ലേ? അല്ലാഹുവേ, നീ ഓർമ്മ വെച്ച കാലം മുതൽ നിന്റെ ഉമ്മാനെ കണ്ടു വളർന്നവനല്ലേ? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് അതേ നിസ്കാരപ്പായിലിരുന്നിട്ട് നിന്റെ ഉമ്മ യാസീൻ ഓതുമായിരുന്നല്ലോ, വാഖിയ ഓതുമായിരുന്നല്ലോ, സൂറത്തു സജദ ഓതുമായിരുന്നല്ലോ, സൂറത്തുൽ മുൽക്ക് ഓതുമായിരുന്നല്ലോ, സൂറത്തുർ റഹ്മാൻ ഓതുമായിരുന്നല്ലോ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഇത്രയും സൂറത്ത് ഓതുന്ന ഉമ്മാനെ കണ്ടു വളർന്നവന്, ആ ഉമ്മയുടെ വയറ്റിൽ പിറന്നവര്, എന്തേ വാപ്പാ നീ ഇന്നത് മറന്നുപോയത്? ഇന്ന് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ടിവിയുടെ ഫ്രണ്ടിലിരിക്കുകയാ. എത്ര പുണ്യമായ സമയമാ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമാ. എല്ലാവരും സീരിയലിന്റെ നടിമാരുടെ പേരറിയാത്ത ഉമ്മമാരുണ്ടോ? ഓരോ സീരിയലിന്റെ സമയവും അതിന്റെ നടിമാരെയും ഉമ്മമാർക്കറിയാ. എങ്കിലും പെങ്ങളെ, ഖുർആനിലെ ഒരു സൂറത്ത് അറിയുന്ന എത്ര ഉമ്മമാരാ? യാസീൻ തെറ്റാതെ കാണാതെ ഓതാനറിയുന്ന, സൂറത്തുൽ വാഖിയ ഓതാനറിയുന്ന, സൂറത്തുൽ മുൽക്ക് ഓതാനറിയുന്ന. ഇതൊക്കെ നിനക്ക് നേട്ടമുള്ള സൂറത്തല്ലേ? ഇതൊക്കെ നിനക്ക് നേട്ടമുള്ളതാണ്. സൂറത്തുൽ വാഖിയ ഓതിയ ദാരിദ്ര്യം മാറുമല്ലോ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സ്വഹാബികളുമായി സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മസ്ഊദ് തങ്ങളെ കാണാ വരികയാണ്. വല്ലാത്ത പ്രയാസമാണ്. പെരപറഞ്ഞ പെമ്മക്കള് വളർന്നു നിൽക്കുകയാ. വിവാഹ പ്രായമെത്തിയ പെമ്മക്കള്, ഭാര്യയുണ്ട്. പടച്ചവനെ കയറി കടക്കാൻ ഒരു നല്ല വീടില്ല, കയ്യിലാണെങ്കിൽ പൈസയുമില്ല. ആ സമയത്ത് ഉസ്മാൻ തങ്ങൾ ചോദിക്കുന്നു, ഇബ്നു മസ്ഊദേ, കുറച്ചു പൈസ ഞാൻ തരട്ടെ, ഭാര്യക്കും മക്കൾക്കും പ്രയോജനം ചെയ്യുമല്ലോ. മസ്ഊദ് തങ്ങൾ കിടന്ന് കരയുകയാ. ഉസ്മാനേ, എന്നോട് നീ ഇത് ചോദിച്ചല്ലോ, എന്നിട്ട് അവിടെ നിന്ന് പറയുന്ന എന്റെ പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കുമെന്ന് എനിക്ക് പേടിയില്ല. എന്റെ ഭാര്യയെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച് എനിക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം എന്നോട് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നു, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ ആരെങ്കിലും പാരായണം ചെയ്താൽ അല്ലാഹുവേ, ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ പെമ്മക്കളെ ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ മക്കളെ എങ്ങനെ കെട്ടിക്കുമെന്ന് എനിക്ക് പേടിയില്ല. ഈ സൂറത്ത് എന്റെ മക്കൾ ഓതാറുണ്ട്. അതുകൊണ്ട് അല്ലാഹു അവർക്ക് നല്ല ജീവിതം കൊടുക്കും. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പാ പെമ്മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്, ഉമ്മമാരോട് എന്റെ പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കും വാപ്പാ? ഇന്ന് നിനക്ക് ടെൻഷനാണ്. ആകെയുള്ളത് ഒന്നാണ്, രണ്ടാണ്, എങ്കിൽ 5 പെമ്മക്കളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട് നിന്റെ വാപ്പാ. നീ പഴയ ആൾക്കാരെ നോക്ക്, പടച്ചവനെ 6ഉം 7ഉം പെമ്മക്കളെ കെട്ടിച്ചു വിട്ട വാപ്പമാരുണ്ടായിരുന്നു. പക്ഷേ നിനക്ക് ഒരെണ്ണമേ ഉള്ളു. വല്ലാത്ത ടെൻഷനാ. അതുകൊണ്ട് നീ രാപ്പകലുകൾ കിടന്ന് പരക്കം പായണ്ട. എന്റെ ഉമ്മമാരോട് പറയുന്നു, പൊന്നുമോളോട് പറ സൂറത്തിൽ വാഖിയ ഓതാൻ. ഏതുമ്മ പറയാരാ? ഇന്ന് പൊന്നാര മകളുടെ കൂടെ ടിക്ടോക്ക് ചെയ്യുന്ന ഉമ്മയുടെ കാലമല്ലേ. 18 വയസ്സുകാരിക്ക് പക്വതയില്ലെന്ന് പറയാ. 18
20 വയസ്സുള്ളവൾക്ക് പക്വതയില്ലെന്ന് പറയാ. 40 തികഞ്ഞ മുടി നരച്ച കബറിൽ കാലും നീട്ടിയിരിക്കുന്ന എന്റെ ഉമ്മയ്ക്ക് പക്വതയായില്ലെങ്കിൽ അല്ലാഹുവേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മുസ്ലിം പെണ്ണതന്റെ അതാ ഔറത്ത് പോലും വെളിയിൽ കാണുന്ന രീതിയിൽ വസ്ത്രമെടുത്ത് ആണുങ്ങൾ മുണ്ടുമടക്കി കുട്ടുന്നത് പോലെ അല്ലാഹുവേ തന്റെ വസ്ത്രമെടുത്ത് വെച്ചിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ലൈക്ക് തെണ്ടുകയല്ലേ. വീടുകൾ തോറും കേറിയിറങ്ങിയിട്ട് പിച്ച തെണ്ടുന്നത് പോലെ അല്ലാഹുവേ ഏതെങ്കിലും ഒരു കോമാളിത്തരമെടുത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ടിട്ട് ലൈക്ക് തെണ്ടുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, തെണ്ടിക്കോടി പൊന്നുമോളെ, നിനക്ക് നമ്മുടെ രാജ്യത്തിൽ എന്ത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്? നിനക്ക് നിയമങ്ങളൊക്കെ നിന്റെ ഭാഗത്താണ്. അല്ലാഹുവേ പറയാ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. പറഞ്ഞാ നിങ്ങൾ പടച്ചവനെ ഞങ്ങൾക്കെതിരെ തിരിയുമല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, എന്ത് വേണമെങ്കിലും നീ ചെയ്തോ. പക്ഷേ ചെയ്ത് എല്ലാം തീർന്നു കഴിയുമ്പോ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ലൈക്കൊക്കെ തെണ്ടി തീർന്നു കഴിയുമ്പോ അവസാനം തിരിച്ചങ്ങ് റബ്ബിന്റെ മുന്നിലേക്ക് ഒരു ദിവസം പോകുവടി പൊന്നുമോളെ. ഷെയർ ചെയ്തവൻ വരില്ലല്ലോ, ലൈക്ക് അടിച്ചവൻ വരില്ലല്ലോ, കമന്റ്സ് ഇട്ടവൻ വരില്ലല്ലോ. അല്ലാഹുവേ ഒരാളും നിന്റെ കൂടെ വരില്ലല്ലോ. അന്ന് കാണാടി പൊന്നുമോളെ, അന്ന് കാണാമടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്ന് സീരിയലിന്റെ ലോകത്താണ്. അല്ലാഹുവേ ഉസ്മാൻ തങ്ങളോട് പറയുകയാ, എന്റെ പെമ്മക്കളി സൂറത്ത് ഓതുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ കാര്യം അല്ലാഹു നോക്കിക്കൊള്ളും. എനിക്കുതിരി യാതൊരു പ്രയാസവുമില്ല. എനിക്ക് 5 നയാ പൈസ വേണ്ട. ഈ സൂറത്താ പെമ്മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. സൂറത്തിൽ മുൽക്ക് ഖബർ പ്രകാശിക്കുന്ന സൂറത്താ. സൂറത്തുർ റഹ്മാൻ മലക്കുകളെ വീട്ടിലേക്ക് വരുന്ന സൂറത്താ. സൂറത്തുൽ ബഖറ ശൈത്താന്റെ ശർറ് പോകുന്ന സൂറത്താ. ഇതൊക്കെ അറിയാത്ത ഏത് മുസ്ലിമാ ഉള്ളത്? പക്ഷേ ഓതാറില്ലല്ലോ, സമയമില്ലല്ലോ, കരച്ചലാണല്ലോ. ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ടുള്ള കരച്ചലല്ലോ. ഇന്നത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെയായിരുന്നപ്പോ പണ്ടുള്ള പെങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. മഹ്ദി നഫീസത്തുൽ മിസ്രിയ കാസർഗോഡിന്റെ പരിസരത്തുള്ള പെങ്ങള് നിന്നെ പോലെ വികാരമുണ്ടായിരുന്നു, വിചാരമുണ്ടായിരുന്നു, മോഹങ്ങളുണ്ടായിരുന്നു. നിന്നെ പോലെ പച്ചയിറച്ചിയുള്ള പെണ്ണായിരുന്നു. നീ വിചാരിക്കുന്നു നീയാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവളെന്ന്. എങ്കിൽ നഫീസാന അറിയുവോ? മിസറിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? മിസറിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? മഹ്ദി നഫീസത്തുൽ മിസ്രിയ മിസറിന്റെ മാണിക്യവാ. പോയി നോക്കടി പൊന്നുമോളെ. ഇന്നും നഫീസത്തുൽ മിസ്രിയുടെ ഖബർ കാണാ ചെന്നാൽ വില കൂടിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാ. വില കൂടിയ പൂക്കൾ കൊണ്ട് നഫീസത്തുൽ മിസ്രിയുടെ ഖബറിന്റെ പരിസരം മുഴുവനും അവിടെ അലങ്കരിച്ചിരിക്കുകയാ. ആ നഫീസത്തുൽ മിസ്രി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഈ സൂറത്ത് കേട്ടപ്പോഴാ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഈ സൂറത്തുണ്ടല്ലോ, മുത്തുനബി കരയണമെന്ന് പറഞ്ഞ, മുത്തുനബി കരയുന്നവരെ പോലെ അഭിനയിക്കണമെന്ന് പറഞ്ഞ ഈ സൂറത്ത് ഓതിയിട്ട് അവിടെന്ന് അർത്ഥം പറഞ്ഞപ്പോ പ്രവാചകൻ അവിടെന്ന് ഓതുകയാണ്, അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന. ഈ ആയത്തങ്ങ് ഓതി കഴിയുമ്പോ, ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറയുമ്പോ നഫീസ ബോധം കെട്ട് വീണുമ്മ.
നഫീസ ബോധം കെട്ട് വീഴുകയാണ്. പടച്ചവരെ വഴുത് കെടിഞ്ഞെല്ലാവരും പിരിഞ്ഞുപോയി. എന്തേ പറഞ്ഞത്? ഖബറിനെ കുറിച്ചാ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചാ, അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ചാ, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ചാ ഈ സൂറത്താണ് അർത്ഥം പറഞ്ഞു കൊടുത്തത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പടച്ചവരെ തന്റെ കുടിലേക്ക് ഓടുകയാണ്. വീടിന്റെ അകത്തേക്ക് ഓടി ചെന്നിട്ട് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. മുസല്ലയെടുത്ത് വലിച്ചെറിഞ്ഞു. അല്ലാ, വീടിന്റെ മൂലയിലേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുഴിക്കുന്ന ഒരു ആയുധമെടുത്തു. എന്നിട്ട് നിസ്കരിച്ച സ്ഥലത്ത് ആരും കാണാതെ വീടിന്റെ അകത്ത് ഖബർ കുഴിച്ചുമ്മാ. ഒരു പെണ്ണാരും കാണാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് അതിരാത്രി ആരും കാണാതെ തന്റെ വീടിന്റെ അകത്ത് ഖബർ കുഴിക്കുകയാ. ഈ നാട്ടിലെ ഏതെങ്കിലും പെണ്ണിന് ധൈര്യമുണ്ടോ പള്ളിപ്പറമ്പിൽ പോയിട്ട് കുഴിയെടുക്കണ്ട, നിന്റെ വീടിന്റെ അകത്തൊരു ഖബർ കുഴിക്കാൻ? നീ സീരിയല് കണ്ടിട്ട് കരയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബർ കുഴിക്കുമ്പോ കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. കണ്ണുനീരിങ്ങനെ മണ്ണിലേക്ക് വീഴുകയാണ്. എങ്ങനെ കരയാതിരിക്കും? എങ്ങനെ കരയാതിരിക്കും? ഖബറല്ലേ കുഴിക്കുന്നത്, ഖബറല്ലേ കുഴിക്കുന്നത്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ അല്ലാഹുവേ, ഖബർ കണ്ടാ കരയട്, ഖബർ കണ്ടാ കരയട്. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയ കരഞ്ഞുകൊണ്ട് ഖബർ കുടിക്കുകയാണ്. തന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കൊണ്ട് ഖബറിന്റെ അകത്ത് മണ്ണുപോലും നനയുകയാ. അല്ലാഹുവേ, എന്നെ ഇതിനകത്ത് കൊണ്ടുപോയി കിടത്തുവല്ലോ, എന്നെ ഇതിനകത്തിട്ട് മൂടുവല്ലോ. ഇതിനകത്ത് പാമ്പുകളുണ്ടല്ലോ, ഇതിനകത്ത് തേളുകളുണ്ടല്ലോ, ഇതിനകത്ത് പുഴുക്കളുണ്ടല്ലോ, എന്നെ തിന്നുവല്ലോ അല്ലാ. നഫീസത്തുൽ മിസ്രിയ കരയുകയാ. കാരണം വലിയ വലിയ പാമ്പുകളും തേളുകളും ഖബറിന്റെ അകത്തുണ്ടല്ലോ. പടച്ചവരെ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേസന് വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്, കൊണ്ടുപോയിട്ട് 3 പലകയങ്ങാടം മാറ്റിയാ കണ്ണ് മുഖത്തു കൂടെ ഒലിച്ചിറങ്ങുവല്ലോ, ചുണ്ട് പുഴുക്കുവല്ലോ. ദിവസങ്ങൾ കഴിയുമ്പോൾ ബലൂണ് വീർക്കുന്നത് പോലെ വയറ് വീർത്ത് വന്ന് പലകയിൽ ഇങ്ങനെ തട്ടിയിട്ട് പിന്നെ പൊങ്ങാ സമയമില്ലാതെ പൊട്ടിച്ചിതറുവല്ലോ. എന്തേ ചിന്തിക്കാത്തത്? നഫീസത്തുൽ മിസ്രി എന്ന് പറയുന്ന പെണ്ണ് ഖബർ കുടിക്കുമ്പോ കരഞ്ഞത് ഇത് പറഞ്ഞിട്ടാട്. അവസാന ഖബറിന്റെ പണിയങ്ങ് കഴിഞ്ഞു. അല്ലാഹുവേ, അവസാന ഖബർ ഉദ്ഘാടനം ചെയ്യണമല്ലോ.
ഓടിച്ചെന്നിട്ട് ഒതുവെടുക്കുകയാണ്, ഓടിച്ചെന്നിട്ട് ഒതുവെടുക്കുകയാണ്. മുസല്ല എടുത്തുകൊണ്ട് കബറിന്റെ അകത്തിറങ്ങി, സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിന്റെ അകത്തിറങ്ങിയിട്ട് മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ച് 10,000 റക്അത്താ കബറിന്റെ അകത്തിരുന്നിട്ട് 10,000 റക്അത്ത് നഫീസത്തുൽ മിസ്രിയ നിസ്കരിക്കുകയാ. അല്ലാഹുവേ, അത് മാത്രമല്ല, വിളക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് കബറിന്റെ അകത്ത് ഖുർആനുമായിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് അതിനകത്തിരുന്ന് അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ 114 അധ്യായങ്ങള്, 6666 ആയത്തുകള് ആ കബറിന്റെ അകത്തിരുന്ന് ഓതാ തുടങ്ങി. 1 10 50 100 1000 4000 പ്രാവശ്യം ഖത്തമോദി തീർത്തുമ്മ. 4000 ഖത്തമാ ഓതിയത്. നീ ഒരെണ്ണ ഓതിയാ മതിയടാ ചെറുപ്പക്കാരാ. ഈ പ്രായത്തിന്റെ ഇടയില്, ഈ പ്രായത്തിന്റെ ഇടയില് 20, 25, 30 തികഞ്ഞാണിനോടും പെണ്ണിനോടും ഞാൻ ചോദിക്കുകയാ, അല്ലാഹു തന്ന 30 കൊല്ലത്തിന്റെ ഇടയില് ഒരു പേജ് വെച്ചെങ്കിലും ഓതാ കഴിഞ്ഞിട്ടുണ്ടോ? മോനെ, ഒരു ഖത്തമെങ്കിലും നിന്റെ ജീവിതത്തിൽ ഓതിയിട്ടുണ്ടോടാ? എങ്ങനെ രക്ഷപ്പെടാനാടാ ചെറുപ്പക്കാരാ? പെങ്ങന്മാര്, നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, 4000 ഖത്തം കബറിന്റെ അകത്തിരുന്ന് ഓതി തീർത്തു. എല്ലാ ദിവസവും നോമ്പാണ്, രാത്രി ഉറങ്ങാതെ നിസ്കാരവും ഖുർആനും സ്വലാത്തുകളുമാണ്. അവസാനം അവിടുന്ന് രോഗമായി അല്ലാഹുവേ വീടിന്റെ അകത്ത് കിടക്കുമ്പോ കുടുംബക്കാര് വന്നിട്ട് ചോദിക്കുന്നു, മോളെ നഫീസ, എന്ത് കോലമാണ് നഫീസ, നിന്റെ സൗന്ദര്യം മുഴുവനും പോയല്ലോ, തൊലി കറുത്തു പോയല്ലോ, കണ്ണ് കുടിഞ്ഞു പോയല്ലോ, എല്ലും തോലുമായല്ലോ. അല്ലാഹുവേ, എന്തിനാ നീ ഇങ്ങനെ ഉറക്കമൊഴിയുന്നത്? എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? ഓരോ ദിവസം ഇടപെട്ട് നിനക്കൊന്ന് നോമ്പ് പിടിച്ചുകൂടെ? നിനക്കൊരല്പനേരം ഉറങ്ങിക്കൂടെ? നഫീസ കരയുകയാ, നഫീസത്തുൽ മിസ്രിയ കരയുകയാ. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയുവോ? 30 കൊല്ലം ഞാൻ എന്തിനാണ് അല്ലാഹുവോട് ദുആ ചെയ്യുന്നതെന്നറിയുമോ? 30 വർഷമായിട്ട് ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷം നോമ്പുകാരിയായി മരിക്കാരാ. 2, ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കണം. അവസാനം അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കണം. 30 കൊല്ലം ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് ഇതാണ്. കുടുംബക്കാര് പിരിഞ്ഞു പോയി. അവസാനം മരണമെടുത്തപ്പോ, സക്കറാത്തിന്റെ അവസ്ഥ വന്നപ്പോ, നഫീസത്തുൽ മിസ്രിയ സ്വന്തമായിട്ട് മയ്യത്ത് കുളിച്ചു. എന്നിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന കഫൻ തുണിയും എടുത്തുകൊണ്ട് താൻ സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിന്റെ ചാരത്ത് വന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹു അതാ മലക്കുൽ മൗത്തിനെ കാത്തു കിടക്കുമ്പോ വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിക്കുന്നു, നഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ എന്ന് അസ്റായിൽ വന്ന് വീടിന്റെ വെളിയിൽ നിന്ന് പറയുകയാണ്. അവിടുന്ന് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തത് മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണമെന്നാണ്. എന്റെ പെങ്ങളെ, മരിക്കുന്ന ദിവസം നോമ്പായിരുന്നടി മോളെ, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്. അല്ലാഹുവേ, 30 കൊല്ലത്തെ ഒരു അഭിലാഷമാണ് നടന്നിരിക്കുന്നത്. കാലിന്റെ തള്ളവരിൽ നിന്ന് മലക്ക്
മലക്കുകൾ റൂഹ് പിടിക്കാൻ തുടങ്ങി. അല്ലാഹുവേ 4000 പ്രാവശ്യം ഖബറിന്റെ അകത്തിരുന്ന് ഖത്തമൂദിയതല്ലേ പരിശുദ്ധമായ ഖുർആൻ എടുത്തു പെങ്ങളെ മരിക്കുന്ന സമയത്ത് ഓതിയ ആയത്തേതാ? നിന്നെ പോലെ ദുനിയാവിൽ ജീവിച്ചിരുന്ന ഒരു പെണ്ണ് മരിക്കുമ്പോ 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് മരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഓതിയ ആയത്തേതാ? ലഹും ദാറുസ്സലാം ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹും വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് സ്വർഗ്ഗത്തിന്റെ ആയത്തൂതിയിട്ട് പച്ചപ്പറവയെ പോലെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് പറന്നു പോയെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് സൂറത്തു തകാസുർ ഉണ്ടല്ലോ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽബൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യരോതുമ്പോ ഏതെങ്കിലും ഒരു പെണ്ണോതുമ്പോ അവളുടെ കണ്ണ് നിറഞ്ഞാൽ അവളുടെ പാപം അല്ലാഹു പൊറുക്കുകയാ. അവൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. ഖുർആൻ ഓതുന്നത് നിശബ്ദമായിട്ട് ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കാം. അല്ലാതെ ഖുർആൻ എടുത്ത് കൈ വെച്ച് കുറച്ചേരം ഓതും കുറച്ചേരം വേണ്ട, നരകത്തിൽ പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ എടുത്ത് കൈ വെച്ചിട്ട് നീ സംസാരിക്കരുത്. വീട്ടിലൊക്കെ അങ്ങോട്ട് ഖുർആൻ ഇടും. അതാണ് ഈ വയലിന്റെ സദസ്സുകളിലൊക്കെ ഖുർആൻ ഇടരുതെന്ന് മഹാന്മാര് പറയുന്നു. വയലിന്റെ സദസ്സിലൊക്കെ ഇങ്ങനെ ഖുർആൻ വിടും, പിന്നെ ഇങ്ങനെ ബഹളവും. ആരാ കേൾക്കണേ? ആരാ ഖുർആൻ കേൾക്കണേ? ചുമ്മാ ഇട്ടിട്ട് ഇങ്ങനെ കളിയാക്ക. പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് സംസാരിക്കരുത്. 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ സൂറത്ത് ഓതുമ്പോ ഈ സൂറത്ത് ഓതുമ്പോ കരച്ചില് വരുന്നില്ലെങ്കിൽ അഭിനയിച്ചോ. അതാണ്ടാ റസൂലുള്ളാഹി തങ്ങൾ പറയാ അഭിനയിക്കാൻ, എങ്കിലും നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോടും എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനിനെ സ്നേഹിക്കേണ്ട മാസം. എല്ലാവരും വെക്കേഷനാണ്. ഈ വെക്കേഷന്റെ സമയത്ത് മക്കളൊക്കെ വെറുതെ നടക്കാം. നീ സ്കൂള് തുറക്കുമ്പോ പറയും സ്കൂളിൽ ട്യൂഷൻ, മദ്രസ വിടൂല. ഇപ്പൊ എന്തോ പറയും? തേരാപ്പാര ഇങ്ങനെ വെറുതെ നടക്കുന്നു, കളിച്ചും ചിരിച്ചും ആയുസ് കളയുന്നു. ഈ സമയത്ത് നിന്റെ മക്കളെ അൽഹംദുലില്ലാ എത്രയോ സ്ഥാപനങ്ങളുണ്ട്, എത്രയോ പള്ളികളുണ്ട്. ഉസ്താദന്മാരൊക്കെ അവരൊക്കെ ഇൽമു പഠിച്ചവരല്ലേ, അവരുടെ ജോലിയല്ലേ. അവർ എപ്പോ നിങ്ങൾ ചെന്നാലും നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ അവർ തയ്യാറാ. അവർക്കൊരു മടിയില്ല അവർ പഠിപ്പിക്കാൻ. കാരണം അവരെത്രയോ വർഷം രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കണം. മയ്യത്ത് കുളിപ്പിക്കാൻ പഠിപ്പിക്കണം, മയ്യത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ വിട്ട് പഠിപ്പിച്ച് അപ്പമാരെ നിങ്ങളെ ഇങ്ങനെ ആയി പോയി. അപ്പൊ നീയേ പോയി നിന്റെ വാപ്പാടെ മയ്യത്ത് കുളിപ്പിക്കാൻ നീ പഠിച്ചില്ല, നിനക്ക് അറിയത്തുമില്ല. നിന്റെ മോനെ കൂടെ എന്തിനാ പഠിപ്പിക്കുന്നത്? നീയെ ഇങ്ങനെ ആയി പോയി. എന്തോ അന്നത്തെ കാലഘട്ടത്തിൽ നിനക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നീ മരിക്കുമ്പോ നിന്റെ മോനും അങ്ങനെ ആകാൻ പാടില്ലല്ലോ. മയ്യത്ത് കുളിപ്പിക്കാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. മയ്യത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. അതിനും വാടകയ്ക്കൊന്നും വിളിക്കണ്ട. അതിനും വാടക. മയ്യത്ത് കുളിപ്പിക്കാനും നാട്ടുകാര് മരിച്ചു കിടക്കുമ്പോ ഖുർആൻ ഓതാൻ മദ്രസ ചെയ്യുന്ന മുത്തഅല്ലിമീങ്ങൾ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ അവസ്ഥയില്ലേ? എന്നിട്ട് നിങ്ങളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങും. ഞാനൊക്കെ ആലോചിക്കാറുണ്ട്, പണ്ട് ഞങ്ങളെയൊക്കെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുപോകും. അല്ലാഹുവേ പ്രശ്നെ നമ്മൾ രാത്രി 1 മണിക്കും 2 മണിക്കും ഇരുന്ന് ഖുർആൻ ഓതുമ്പോ അടുക്കിയിട്ടിരിക്കണ പോലെ മക്കളൊക്കെ അപ്പുറത്ത് കിടന്ന് സുഖം ഉറക്കം. നമ്മളും മയ്യത്തും. ഇതാ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, നമ്മുടെ മാതാപിതാക്കളും മരിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് ഖുർആൻ ഓതാൻ കഴിയണം. അവർക്ക് വേണ്ടി യാസീൻ ഓതാൻ കഴിയണം. അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ കഴിയണം. അതിന് കഴിയണമെങ്കിൽ ഇതുപോലെയുള്ള സമയം കിട്ടുന്ന എപ്പോഴെങ്കിലും. ഞാനിന്ന് വരുമ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വെച്ചിട്ട് ബഹുമാനായ ഉസ്താദന്മാരെയൊക്കെ ഞാൻ കണ്ടു.
നമ്മുടെ സിറ്റി ഗോൾഡിന്റെ ഹാജിയരെയൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദെ ഇന്നവിടെ ഇന്റർവ്യൂ നടന്നു, 19ഓളം കുട്ടികളെ പെൺകുട്ടികൾ നിങ്ങൾ ആലോചിച്ച് വല്ലാത്ത അത്ഭുതം തോന്നി സഹോദര. അവിടെ നിന്ന് ഉസ്താദ് പറഞ്ഞു 27 പെൺകുട്ടികൾ. നിങ്ങൾ ചിന്തിക്കണം, 27 പെൺകുട്ടികൾ. 10ാം ക്ലാസ് A+ വാങ്ങുന്നവന് 10ാം ക്ലാസ് A+ വാങ്ങിയ സ്റ്റേജ് കെട്ടിയിട്ട് സ്വീകരണം അല്ലേ? 10ാം ക്ലാസ് A+ വാങ്ങിച്ച സ്റ്റേജ് കെട്ടിയിട്ട് സ്വീകരണം. അവിടുന്ന് പറഞ്ഞു അവരുടെ സ്ഥാപനം എവിടെ? അടക്കത്തുവയൽ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ബനാത്തിൽ 27 പെൺകുട്ടികൾ ഒറ്റ ഇരിപ്പില് ബാത്റൂമിലും ഉളവെടുക്കാനും കുളിക്കാനും സമയം കൊടുത്തു. 10 മണിക്കൂർ കൊണ്ട് 27 പെൺകുട്ടികൾ ഖുർആനിന്റെ 114 സൂറത്തുകൾ തെറ്റില്ലാതെ ഒറ്റ ഇരിപ്പിലിരുന്ന് ഓതി. നിങ്ങളുടെ മക്കൾ ഓതുവോ? എന്ത് കൊടുക്കും? ഒറ്റ ദിവസം ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒളിവെടുക്കാനും ബാത്റൂമിൽ പോകാനും കുളിക്കാനും സമയം കൊടുത്തു. 10ഓ 10.5 മണിക്കൂറുകൾ കൊണ്ട് ഒറ്റ ഇരിപ്പിലിരുന്നിട്ട് അൽഹംദുലില്ലാഹ് 27 പെൺകുട്ടികൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി. അല്ലാഹുവേ, നീ ആ മക്കൾക്ക് സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ മക്കളുടെ ഓർമ്മശക്തി നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. സ്വർണ്ണ മെഡൽ കൊടുത്താൽ പറ്റുമോ? അവർക്കല്ലേ കൊടുക്കണ്ടേ? പെൺകുട്ടികൾ ഇന്ന് ഓരോന്ന് കണ്ടവന്റെ കൂടെ ഓടുക. നിങ്ങൾ ആലോചിക്കേ, പണ്ട് സ്കൂള് വിട്ട് വീട്ടിൽ ചെന്നപ്പോ വാപ്പ മോളോട് പറഞ്ഞു, കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഇതാണ് പയ്യൻ. അപ്പൊ മോള് കരഞ്ഞു. ഇന്ന് 18 തികഞ്ഞവള് വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് പറയും, അവനാണ് എന്റെ പയ്യൻ, കെട്ടിച്ചു തന്നേക്കാൻ. ആ നിൽക്കുന്നവനാണ് എന്റെ കെട്ടിയവൻ, അവൻ എനിക്ക് ഇഷ്ടമാ, കെട്ടിച്ചു തരണം. തന്നില്ലെങ്കിൽ അള്ളാണ് ഞാൻ പോകും. ഇതാ അവസ്ഥ. പിന്നെ എന്തെങ്കിലും പറഞ്ഞ അവള് പീഡനത്തിന് കേസും കൂടെ കൊടുക്കും. ഇപ്പൊ ട്രെൻഡ് പീഡനം. എന്താ ഒരു പുതിയ നിയമമുണ്ടല്ലോ പോസ്കോ, ഈ പ്രായപൂർത്തിയാകാത്തവരെ പീഡിപ്പിച്ച ഇപ്പൊ അതാ കേസ്, അതാ കേസ്. ഓട്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പത്തെ പുതിയ ട്രെൻഡ് നിങ്ങൾ ആലോചിച്ചിരിക്കെ, 27 പെൺകുട്ടികൾ ഒറ്റ ഇരിപ്പിലിരുന്നിട്ട് അള്ളാഹിന്റെ ഖുർആനിനെ തെറ്റില്ലാതെ ഓതാ. നിനക്ക് യാസീൻ ഓതാ അറിയാവോ? നിനക്ക് ഖുർആനിലെ വല്ലുഹ അല്ലെ, എന്നും കുല്ലുവല്ല ഫലക്ക് നാസ്, ഇതൊക്കെ തന്നെ ഈ ഖുർആൻ ഓതി ഈ മക്കൾ. അൽഹംദുലില്ലാഹ്, ഇതുപോലെ എത്രയോ സ്ഥാപനങ്ങൾ ഇതിന്റെ പരിസരങ്ങളിലുണ്ട്. കൊണ്ടുവിട്ടു പഠിപ്പിക്ക്. എന്നിട്ട് ആ മക്കളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോ. അന്തസ്സോടെ പറ, എന്റെ മോള് ഡോക്ടറാണെന്നല്ല പറയേണ്ടത്, എന്റെ മോൻ എഞ്ചിനീയർ ആണെന്നല്ല പറയേണ്ടത്, എന്റെ മോൻ ഹാഫിളാടാ, അള്ളാന്റെ ഖുർആൻ ചുമക്കുന്ന മകന്റെ വാപ്പയാ. പള്ളിക്കാട്ടി കൊണ്ട് കുടിച്ചിട്ടിട്ട് കൊല്ലം കഴിഞ്ഞു മാന്തി നോക്കിയാലും എന്റെ മോന്റെ വസ്ത്രം പോലും കീറാതെ കബറി കിടക്കും. ഞാൻ ഹാഫിളിന്റെ വാപ്പയാണെന്ന് അന്തസ്സോടെ പറയാൻ കഴിയണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പറയണമെങ്കിൽ നിനക്ക് ഈമാൻ ഉണ്ടാകണം. അങ്ങനെ നിനക്ക് പറയാൻ കഴിയണമെങ്കിൽ എന്റെ മനസ്സിന്റെ ഉള്ളിലും ആഗ്രഹമുണ്ട്. അൽഹംദുലില്ലാഹ്, ഞാനിങ്ങനെ വഅദ് പറയും ഖുർആനെ കുറിച്ച്. ഞാനിങ്ങനെ ഖുർആനെ കുറിച്ചൊക്കെ വഅദ് പറയുന്ന ആളാ. മക്കളെ ഹാഫിളാക്കണം. ഞാനും ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഈ കാസർഗോഡ് സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ യൂസുഫ് ഖാടെയൊക്കെ ബന്ധത്തിലുള്ള, ജബ്ബാറിന്റെ ഒക്കെ ബന്ധത്തിലുള്ള ഒരു കുടുംബത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഉസ്താദെ കുറച്ച് വസ്തു ഞങ്ങൾ തരാം, ഉസ്താദ് ഒരു സ്ഥാപനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കും. പലരും ഇപ്പൊ വസ്തു തരാൻ തയ്യാറാ. ഒരുപാട് പേര് വസ്തുവും തരുന്നുണ്ട്, ബിൽഡിംഗ് പണിയാൻ പൈസയുമുണ്ട്. പക്ഷെ മനസ്സിലൊരു പേടി, കോളേജ് കിട്ടിയ സ്വർഗത്തിലും പോകാം, അതുപോലെ നരകത്തിലും പോകാം, രണ്ടിലും പോകാം. ഒരു സ്ഥാപനം പണിതാൽ അതുകൊണ്ട് സ്വർഗത്തിലും പോകാം, നരകത്തിലും പോകാം. ഒരുപാട് മാസങ്ങൾ കൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നടക്കാം. ഇപ്പൊ ഉംറയ്ക്കും പോയി, അവിടെയും പോയി കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്തു. ഇന്ന് രാവിലെ ഒരു സാധു പറഞ്ഞു, ഉസ്താദെ 40 സെന്റ് ഞാൻ തരാം, നിങ്ങൾ പണിതോ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാണെങ്കിൽ അല്ലാഹു നടത്തി തരുമാറാകട്ടെ. കാരണം അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇന്ന് രാവിലെയും ഒരു സഹോദരൻ, ഞാൻ പോയി, അദ്ദേഹത്തിന്റെ ഭാര്യയും ഭർത്താവും ഇന്ന് ഈ സദസ്സിലിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പൊന്നുമോൻ 4 മക്കൾ അല്ലാഹു കൊടുത്തു. അതൊരു ചെറിയ മകൻ മുത്തല്ലിമാണ്. അവനിന്ന് എൻ്റെ അടുക്ക വന്നു. പാപ്പ ഓടിപ്പോയി മോനെ വിളിച്ചുകൊണ്ടുവന്നു. ആ മുത്തല്ലിമായ പൊന്നുമോൻ, ഞാൻ അവനോട് ചോദിച്ചു, ആലിമാകാൻ ഇവിടെ ഹാഫിദ് ആവടാ, ഹാഫിളാവ്. ചോദിച്ച് എന്തേ പ്രതിഫലം? 40 പേരെ കൊണ്ടുപോകാം. അവനറിയാം. ആ ചെറിയ മകൻ പറയാം, അള്ളാഹു പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. അവൻ എന്നോട് പറഞ്ഞ. അപ്പൊ ഞാൻ ചോദിച്ചാൽ, നിനക്ക് നീന്ത ഹാഫിളാകാൻ? ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി വീട്ടിൽ എടുക്ക, അദ്ദേഹത്തിന്റെ പൊന്നുമോനും 1 ജുസ് പഠിച്ചു. വീണ്ടും തിരിച്ച് ഞാൻ പോടാ പഠിക്കണം. 1 ജുസ് പഠിച്ചു, അൽഹംദുലില്ലാഹ്. വേറൊരു കുട്ടി 24 ജുസ് വങ്ങാണ്ട് പഠിച്ചൊരു മോൻ. ഇതാ മക്കള്, അതൊക്കെയല്ലേ. ഇത്രയോ ഉള്ളല്ലോ അപ്പ. ഇത്രയും അവന് സിനിമാ പാട്ട് പാടാൻ അറിയത്തില്ല, ഗെയിം കളിക്കാൻ അറിയത്തില്ല,
അവന് വലിയ വലിയ, പക്ഷെ അള്ളാന്റെ ഖുർആനിൽ 24, 23 ജുസു ആ പൊന്നുമ പഠിച്ചു. ഒരു ജുസുവെങ്കിൽ ഒരു ജുസു അതൊരു വിലയുള്ളതല്ലേ? നിനക്ക് ഒരായത്ത് പഠിക്കാൻ പറ്റുമോ? 10ാം ക്ലാസ്സിൽ 10 A+ വാങ്ങുന്ന മകന്റെ കയ്യിൽ സൂറത്തുൽ ബഖറയിലെ ഏറ്റവും വലിയ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ എന്ന് 12 വരിയുള്ള ഒരു ആയത്തുണ്ട്. ഈ ആയത്ത് എടുത്തു കൊടുത്തിട്ട് 10 A+ വാങ്ങിയ കുട്ടിയോട് പറ, ഒരു മണിക്കൂർ 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ തരാം, ഈ ആയത്തൊന്ന് കാണാതെ ഓതി തരാൻ പറഞ്ഞാൽ പറ്റുമോ നിന്റെ മോളെ കൊണ്ട്? 10 A+ വാങ്ങാൻ ഏത് പൊട്ടനെ കൊണ്ടും പറ്റും. കാരണം ഇന്നത്തെ വിഷയം എക്സാമൊക്കെ അങ്ങനെ. പക്ഷേ ഖുർആനിൽ ഒരായത്ത് പഠിക്കണമെങ്കിൽ അതിന് അല്ലാഹ് തന്നെ കൊടുക്കണം. അള്ളാഹു ബഹുമാനിച്ചവർ, അള്ളാഹു ആദരിച്ചവർ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർ, അവർക്കേ ഖുർആൻ പഠിക്കാൻ കഴിയത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വന്ന ഒരു നല്ല കാര്യം പറഞ്ഞു തരാം. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ബിസ്മില്ലാ വാ ഇൻഷാ അല്ലാഹ്. എല്ലാവരും എഴുന്നേക്ക്, എല്ലാവരും ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു എല്ലാവരും ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم. ദുആ ചെയ്യാൻ വിളിച്ചപ്പോൾ ഒരു വിഭാഗം ഓടുന്നു, ഒരു വിഭാഗം ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. വാ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഇങ്ങോട്ട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കും. എന്തിനാ നിൽക്കണേ? അവിടെ നിൽക്കണ്ട. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പലർക്കും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകൾ ഈ രണ്ട് ആ ഇതുപോലെ
മരിക്കുന്ന സമയത്ത് ഇത് കഴിയുമ്പോ 5 മക്കളുടെ വാപ്പയാ, ആർക്കും കൊടുക്കാതെ വളർത്തിയതല്ലേ, 5 എണ്ണത്തിനെയും സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ കണ്ണിന്റെ മുന്നിൽ കാണിക്കും. വാപ്പ മക്കളോട് ചോദിക്കും, വാപ്പച്ചി പോവാ, സമ്പാദിച്ചത് മുഴുവൻ എന്തോ ഇരിക്കുന്ന നിങ്ങളെ ഏൽപ്പിക്കുകയാ, വാപ്പ പോവാ മോനെ, എനിക്ക് വേണ്ടി എന്ത് ചെയ്യൂടാ? അപ്പൊ പെമ്മക്കളും ആമക്കളും മരിക്കാൻ കിടക്കുന്ന നിന്നോട് പറയും, വാപ്പ മരിച്ചാ 3 കഷ്ടം തുണിയും വാങ്ങിത്തരാം, പള്ളിയിൽ ഒരു കുഴി എടുത്തു തരാം, വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഈ മറുപടി കേൾക്കുമ്പോ തന്നെ നീ നെഞ്ചു പൊട്ടിയിട്ട് ചത്തുപോകും പാപ്പ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാണ് ഏറ്റവും വലിയ വേദന. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇതിന്റെ പണി തുടങ്ങുന്ന സമയം നാളെ തുടങ്ങത്തൊന്നുമില്ല, സമാധാനത്തോടുകൂടി ഇൻഷാ അല്ലാ അതിന്റെ പണി തുടങ്ങുന്ന സമയം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇൻഷാ അല്ലാ നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ വാങ്ങിക്കൊടുത്ത മരിക്കുമ്പോ നീ ആ കൊടുത്തതിന്റെ പ്രതിഫലമായ സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിൽ ചിരിക്കുന്ന മുഖത്തോടെ നിനക്ക് ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ. എപ്പോഴാ മരിക്കണം എന്നറിയില്ല. ഒരു മനുഷ്യനും ഒരു ജീവിതത്തിനും